അളിയ എന്തായി നിന്റെ ഇന്റർവ്യൂ? വിഷമിക്കണ്ട, വല്ലതും നടക്കുവോ? എന്താകാൻ, വീണ്ടും പഴയ പല്ലവി. വില്ലെറ്റീനോ. നീ വിഷമിക്കണ്ട, എല്ലാത്തിനും ഒരു വഴി കാണും. എന്ത് വഴി കാണാൻ എൻ്റെ വിനീത? 38ാമത്തെ ഇന്റർവ്യൂ എന്ന് ഞാൻ കൊടുത്ത് 1 വർഷമായിടാ കോളേജ് വിട്ടിട്ട്. ഒരു രക്ഷയില്ല. ശരിയാവൂടാ. ശാന്തി 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 ശാന്തി. എന്ത് പറ്റിയടാ? ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. നാളെ സമാധാനന്ദ സ്വാമികളുടെ ആശ്രമത്തിൽ പ്രാർത്ഥനയും കൗൺസിലിങ്ങും ഉണ്ട്. അതിൻ്റെ റിമൈൻഡർ വെച്ചതാ. എന്താണത്? എന്താ നോക്കിയാലോ? സ്വാമിയോ? നിനക്ക് ഈ സ്വാമിമാരിലേക്ക് വിശ്വാസം ഉണ്ടോ? വേണ്ട ബി, നീ സ്വാമിനെ തൊട്ട് കളിക്കണ്ട. ഇതങ്ങൊരു വടക്കുള്ള സ്വാമിയാ, ഒരു വടക്കൻ സ്വാമി. എന്ത് വിഷമങ്ങളും തടസ്സങ്ങളും ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ ഒക്കത്തിന് പരിഹാരവും ആശ്വാസവും കിട്ടും. നമ്മുടെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചട്ടായിട്ട് പറയും. ആദ്യം നിന്നെ പോലെ എനിക്കും വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ പോയപ്പോൾ കണ്ടറിഞ്ഞ് വിശ്വസിച്ചതാണ് ഞാൻ. നമ്മുടെ കാര്യങ്ങളൊക്കെ പറയോ സ്വാമി? നമ്മുടെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം നമ്മുടെ തലയിൽ കൈവച്ച് പറയും. പോടാ, എന്റെ കാര്യത്തില് വല്ല പരിഹാരം കാണൂ? നീ വിഷമിക്കണ്ട, നിനക്ക് സമാധാനന്ദ സ്വാമികൾ തന്നെ ശരണം. നീ പോയി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നേ പോ. ഓക്കെടാ. സ്വാമി സമാധാനന്ദ സ്വാമി, ഇവനെ രക്ഷിക്കണേ, ഇവനെ മാത്രം രക്ഷിക്കണേ. പാവം കുഞ്ഞാട്ടാണ് സ്വാമി. 38 സ്വാമി. സ്വാമി സമാധാനന്ദ സ്വാമി, ശാന്തി സ്വാമി, ശാന്തി സ്വാമി. സ്വാമി കുറേ നേരമായാലും ഈ പട്ടി വെള്ളം ഉണ്ടാക്കാൻ വരാം. വെള്ളം ഉണ്ടാക്കിയ താങ്ക് യു. ഓ ശരി. പിന്നെ പരിഹാരം കിട്ടുമെങ്കിൽ ഞാൻ വരാം. വലിയ വിശ്വാസം ഉണ്ടായിട്ടൊന്നല്ല, എന്നാലും ഒന്ന് പോയി നോക്കാം. വിശ്വാസം ഇല്ലെങ്കിൽ നീ പോവണ്ട. എന്ത്? നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ അദ്ദേഹത്തിന് ദർശനങ്ങൾ ലഭിക്കുള്ളൂ. പിന്നെ നിന്റെ ഈ അവസ്ഥയ്ക്ക് ആകെ പ്രതിവിധി തരാൻ പറ്റണ ഒരാള് അദ്ദേഹം മാത്രമേ ഉള്ളൂ. അറിയോ? എന്നാലും ഈ സ്വാമി എന്നൊക്കെ പറയുമ്പോ, എടാ ഞാൻ ക്രിസ്ത്യനല്ലേടാ. അതിനെന്താ? പിന്നെ അദ്ദേഹത്തിന് മതമൊന്നുമില്ല, എല്ലാ മതസ്ഥരും തുല്യരാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാ മതങ്ങളും ഒന്നാണെന്നാണ് അദ്ദേഹം പറയണത്. നീ വിചാരിക്കണ പോലെ പുള്ളി ഉഡായിപ്പൊന്നല്ല, നല്ല ഫസ്റ്റ് ക്ലാസ് ദിവ്യനാണ്. എന്റെ വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും എളിയ ഭക്തരാണ് അദ്ദേഹത്തിന്റെ. എടാ എന്റെ വീട്ടിലെ മാറ്റങ്ങൾ നീ കണ്ടില്ലേ? എന്ത്? നിന്റെ അമ്മൂമ്മക്ക് വട്ടായതോ? എടാ അത് മണ്ണിന്റെ ശാപമായിരുന്നു. അദ്ദേഹം പറഞ്ഞ പ്രതിവിധികളും ഹോമങ്ങളൊക്കെ ചെയ്തപ്പം എല്ലാ ദോഷങ്ങളും മാറി. അമ്മൂമ്മയുടെ വട്ടും മാറി. ഇപ്പൊ എല്ലാം ക്ലീൻ ക്ലീൻ. വിശ്വസിക്കാൻ പറ്റില്ല. നിനക്ക് വിശ്വാസമില്ല, നീ ആ ഷമീറിനോട് ചോദിക്കി. പിന്നെ ഷമീർ പോയി കണ്ടിരുന്നു സമാധാനന്ദ സ്വാമികളെ. അവനോ? ആ തല തെറിച്ചവനോ? എടാ അവനൊരു മുസ്ലിം അല്ലേ? എന്നിട്ട് അവന് സമാധാനം കിട്ടിയോ? നീ തന്നെ വിളിച്ചു ചോദിക്കണം. ശാന്തി. എടാ ഷമീറ, ഇത് ശാന്തി ഓശാനി ഒന്നല്ലടാ,
ഇത് ഞാനാ എബി. മനസ്സിലായി എബി. മറ്റുള്ളവരെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ശാന്തി ശാന്തി എന്ന് പറഞ്ഞ് തുടങ്ങണമെന്നാണ് സമാധാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തുടങ്ങുമ്പോൾ നമുക്കും മറ്റുള്ളവർക്കും പോസിറ്റീവ് എനർജി ലഭിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാകും. എടാ ശരിക്കും ഈ സ്വാമി ഒരു ദിവ്യനാണോ? നിനക്ക് വല്ല മാറ്റം ഉണ്ടോടാ? ഐ ആം ഫുൾ ഓഫ് പോസിറ്റീവ് എനർജി ഉണ്ടാവും. എൻ്റെ മാറ്റങ്ങൾ നീ കാണുന്നില്ലേ എബി? എനിക്ക് പ്രാർത്ഥനയ്ക്ക് സമയമായി. അപ്പം ശരി, ശാന്തി. ഓക്കെടാ, ബൈ. എബിക്കുട്ട ഇപ്പൊ എങ്ങനെയുണ്ട്? പറയ്. ഇപ്പൊ ഒരു വിശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. എടവി, ഈ സ്വാമി എല്ലാവരെയും കാണാൻ സമ്മതിക്കില്ല. കാണാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ വിളിച്ച് ആദ്യമേ ബുക്ക് ചെയ്യണം. തന്നെ പിറ്റേന്ന് കാലത്ത് അവിടെ നിന്ന് ഒരു സമയം തരും. എല്ലാം നല്ലത് ആശ്രമത്തിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കാണാം. എക്കോ നോട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ നിനക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് വിശ്വസിച്ച് നന്നായി പ്രാർത്ഥിച്ചിട്ട് വേണം അങ്ങോട്ട് പോവാൻ. ശാന്തി ശാന്തി. എടാ നീ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്യോ? എനിക്കൊരു വിശ്വാസമൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഒക്കെ തോന്നുന്നുണ്ട്. ഞാൻ വിളിക്കാം. ശാന്തി ശാന്തി. ഏതാ പച്ചപ്പരിഷ്കാരി? കൊള്ളാലേ. ശാന്തി 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 ശാന്തി. കണ്ട ശാന്തി ശാന്തി ശാന്തി. സമാധാനന്ദ സ്വാമി ശാന്തി. ഓരോരോ ഉടായ്പകളായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളൂ. അത് ഏറ്റുപിടിക്കാൻ കുറെ പൊട്ടന്മാര്. ചേട്ടാ എന്താ പ്രശ്നം? എന്റെ പൊന്നു സ്നേഹിത, എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാ. മിണ്ടാണ്ടിരിക്ക് കുട്ടിയെ, ഒക്കെ ശരിയാവും. ഉണ്ട. ലവ് ഫെയിലിയറാ. കല്യാണം വേണ്ടെന്നാ പറയുന്നത്. 5 കൊല്ലായി വേളി കേൾക്കാണ്ട് ഇങ്ങനെ തേരാവര നടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോ അയലക്കത്ത് കുട്ടിയാ പറഞ്ഞ് ഇങ്ങനെ ഒരു സ്വാമിയുള്ള കാര്യം. ഒക്കെ ശരിയാവട്ടോ. സമാധാനന്ദ സ്വാമികളിൽ വിശ്വസിക്കാൻ ഞാൻ കണ്ടറിഞ്ഞ് വിശ്വസിച്ച ഒരു എളിയ ദാസനാണ്. ശാന്തി സമാധാനന്ദ സ്വാമി. ശാന്തി ശാന്തി ശാന്തി. രവികുമാർ എഴുന്നേൽക്ക. നമ്മുടെ നമ്പറും വന്നു. ഓൾ ദി ബെസ്റ്റ് ഇട്ടാ. ഓ അങ്ങനെ ആവട്ടെ. കുട്ടി ഒന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഓ ശരി അമ്മാവാ. രവികുമാർ മാത്രം വന്നാ മതി. ഇങ്ങോട്ട് വാ. വാ അമ്മാവാ, ഇവിടെ ഇരുന്നു. കുറെ നേരമായല്ലോ പോയിട്ട്. അവനിനി ആ സ്വാമിയെ തട്ടിയിട്ടുണ്ടാവോ? അങ്ങനെയൊന്നുമില്ല അമ്മാവാ. വരുന്നുണ്ട്. ശാന്തി ശാന്തി. സ്വാമി സമാധാനന്ദ സ്വാമിയുടെ മായ. ഓ ഇങ്ങോട്ടാ പറഞ്ഞേ. എന്തിനാണോ? അമ്മാവ, നിങ്ങളോട് ദേഷ്യം കാണിച്ചാൽ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ പറഞ്ഞത് ശരിയാ. അദ്ദേഹം ഒരു ദിവ്യൻ തന്നെയാ. ശാന്തി ശാന്തി. അമ്മാവ, ഞാൻ പറഞ്ഞില്ലേ എല്ലാം ശരിയാവുമെന്ന്. അതാ പോട്ടെ. അപ്പൊ ഹോമങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യണം. ശാന്തി ശാന്തി. കണ്ട ആന്റണി തോമസ്. പോടാ, പോയി ഭക്തോജ്ജലനായിട്ട് വാ. ഇങ്ങോട്ട് വാ, കേറ്. ശാന്തി 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 ശാന്തി. ആസനസ്ഥനായാലും മകനെ. താങ്ക് യു സ്വാമിജി. കുഞ്ഞെ, ഒട്ടും മനസമാധാനം കിട്ടുന്നില്ല അല്ലേ? അതെ സ്വാമിജി, മനസമാധാനം തീരെയില്ല. ഒരു ജോലിക്കായുള്ള അലച്ചിൽ. കൃത്യമായി പറഞ്ഞാൽ 38ഓളം ഇന്റർവ്യൂ കൊടുത്തു. ഒന്നും ശരിയായില്ല.
പഠിത്തം കഴിഞ്ഞിട്ടൊരു വർഷം തികയുന്നു. വീട്ടിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ജോലിയായില്ലേ എന്നുള്ള ചോദ്യങ്ങൾ താങ്കളെ വളരെയധികം വിഷമിപ്പിക്കുന്നു. ശരിയല്ലേ വത്സ? വളരെ ശരിയാ സ്വാമിജി. ജീവിതാകെ മടുത്തുപോയി. ശാന്തി ശാന്തി. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടോ? ഓ സ്വാമി. തടസ്സങ്ങൾ കാണുന്നുണ്ട്. ഉണ്ടോ? പുറത്തേക്ക് പോക്ക് അത്ര എളുപ്പമല്ല. എനിക്ക് ഈ അടുത്ത് വല്ല ജോലിയും കിട്ടുമോ സ്വാമി? തീർച്ചയായും വത്സ. താങ്കളുടെ കീഴിൽ 100-ലധികം ജോലിക്കാരുള്ള ഒരു ബിസിനസ് ഞാൻ കാണുന്നു. 2 വർഷത്തിനകം അത് സാധ്യമാകും. ശാന്തി ശാന്തി. താങ്കൾക്ക് കുറച്ചു നാൾക്ക് മുമ്പൊരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ടില്ലേ? ആ ഉണ്ട് സ്വാമി. ആ ആക്സിഡന്റിന് ശേഷം താങ്കൾ 2 ആഴ്ചയോളം കിടപ്പിലായിരുന്നു അല്ലേ? വൈദ്യസഹായവുമായി? അതെ സ്വാമിജി. നമ്മുടെ 6-ാം ഇന്ദ്രിയം അങ്ങനെ കാണിച്ചു തരുന്നു. ആ ഇന്ദ്രിയം പറഞ്ഞെല്ലാം ശരിയാ സ്വാമിജി. അമ്മൂമ്മ മരിച്ചു അല്ലേ? 75 വയസ്സിലായിരുന്നുവല്ലോ മരണം. അമ്മൂമ്മക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു സ്വാമിജി. പെട്ടെന്നായിരുന്നു മരണം. നിങ്ങളുടെ കുടുംബത്തിന് മണ്ണിന്റെ ശാപമാണ്. അത് മാറാൻ ചില ഹോമങ്ങൾ ചെയ്യേണ്ടി വരും. അത് ചെയ്താൽ എല്ലാം മാറുമോ സ്വാമി? ശാപത്തിന് കുറവുണ്ടാവും. മറ്റു ചില ഹോമങ്ങൾ കൂടി ചെയ്യണം. ഇപ്പൊ പൈസ കൗണ്ടറിൽ അടച്ച് പോയാൽ മതി. നമുക്ക് വൈകാതെ തന്നെ ഹോമങ്ങൾ തുടങ്ങാം. എത്ര ചെലവ് വരും സ്വാമിജി ഒരു ഹോമത്തിന്? 15,000 രൂപ. എന്നാ ഞാനങ്ങ് നിൽക്കൂ. ഇരിക്കൂ. ഓ, നിങ്ങളുടെ ജ്യേഷ്ഠന്റെ ജോലി പോയി അല്ലേ? അതെ സ്വാമിജി. ജ്യേഷ്ഠൻ വിദേശത്തായിരുന്നു. അവിടുത്തെ ക്രൈസിസ് കാരണം പണി പോയിപ്പോ നാട്ടിലാണ്. ആ വത്സനോട് പറയുക, വീടിന്റെ മുൻവശത്തുള്ള ശ്വാനഭവനം പുറകിലേക്ക് പൊളിച്ചു മാറ്റി വലത്തെ മൂലയ്ക്ക് പണിയാൻ. എന്നിട്ടാവാം ഹോമം. ഇല്ലെങ്കിൽ ഹോമത്തിന് ഫലമുണ്ടാവില്ല. ഓ, പറയാം സ്വാമിജി. അത് പൊളിച്ചു മാറ്റി അടുത്ത തവണ വരുമ്പോൾ ജ്യേഷ്ഠനെയും കൊണ്ടുവരൂ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ശരി സ്വാമിജി. പൊയ്ക്കോളൂ, സമാധാനമായി പൊയ്ക്കോളൂ. ശാന്തി മന്ത്രം ദിവസത്തിൽ 100 തവണയെങ്കിലും ഉരുവിടൂ. പകുതിയോളം പ്രശ്നങ്ങൾ അതുവഴി മാറും. ശാന്തി ശാന്തി. പോട്ടെ സ്വാമി. എന്താ ചൈതന്യം! നീ പറഞ്ഞ ശരിയാ. എന്താ അനുഭൂതി! സ്വാമി ആള് കൊള്ളാം. എന്റെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞടാ. അദ്ദേഹം ശരിക്കും ഒരു ദിവ്യം തന്നെയാ. ശാന്തി. നിനക്ക് സമാധാനം കിട്ടിയോ? കിട്ടിയടാ. ശാന്തി ശാന്തി. സമാധാനത്തെ സ്വാമി. ശാന്തി. ദിവാനന്ദ. ഓ, ദേ വരുന്നു സ്വാമി. അടുത്ത ഭക്തന്റെ ചരിത്രം എടുത്തോ? ഈ വത്സൻ കൊള്ളാൻ സ്വാമി. ഈ വത്സന്റെ ജാതകം തന്നെ ഇതിലുണ്ട്. ഇതാണ് ആള്. സൂപ്പർ. വേണമെന്താ അവന്റെ സ്റ്റാറ്റസ് ഒക്കെ നോക്ക്. ഓ, നോക്കാം. നോക്ക്. ഗേൾ ഫ്രണ്ട് ചീറ്റഡ്, ഫീലിംഗ് ഹാർട്ട് ബ്രോക്കൺ. എന്ത് വേണം? ഇനി വരട്ടെ. ടുഡേ ഈസ് മൈ സെക്കൻഡ് ട്രൈ ഫോർ മൈ ബോർഡ് എക്സാം. പ്ലീസ് പ്രേ ഫോർ മീ. ഞാൻ പ്രാർത്ഥിച്ചേക്കാം. ശാന്തി ശാന്തി. നല്ല എളിയ ഭക്തൻ. ഇത് മതി. ഇത് വെച്ച് അവന്റെ വിശ്വാസങ്ങൾക്ക് ഞാൻ ഹോമങ്ങളായിക്കോളാം. ശാന്തി ശാന്തി. ഇവരും വേണം ചുരുങ്ങിയത് 3 ഹോമങ്ങൾ. ആവാം. ആ മമ്മി, ഇത്ര പെട്ടെന്ന് ഫുഡായോ?
Love you, Samadhananda Swamiji. Met Swamiji today at his ashrama. Got peace of mind after months. Preparing for Homam. Need to demolish canal. No peace. Where to get it? കുഞ്ഞെ, ഒട്ടും മനസമാധാനമില്ല അല്ലേ? 38th interview was a waste of time and money. It's been 1 year now that I got passed out from my college. Stressful life, thinking of a job hunting abroad. ഒരു ജോലിക്കായുള്ള അലച്ചിൽ. കൃത്യമായി പറഞ്ഞാൽ 38ഓളം ഇൻ്റർവ്യൂ കൊടുത്തു. ഒന്നും ശരിയായില്ല. പഠിത്തം കഴിഞ്ഞൊരു വർഷം തികയുന്നു. വീട്ടിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ജോലിയായില്ലേ എന്നുള്ള ചോദ്യങ്ങൾ താങ്കളെ വളരെയേറെ വിഷമിപ്പിക്കുന്നു. എന്താ ശരിയല്ലേ വത്സ? Had a terrific bike accident. Broken leg. 2 weeks enjoying hospital. താങ്കൾക്ക് കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? അതൊരു ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു അല്ലേ? അതേ തുടർന്ന് താങ്കളുടെ കാലിന് ക്ഷതമേറ്റു. 2 ആഴ്ചയോളം വൈദ്യചികിത്സയിലായിരുന്നുവെന്ന് നമ്മുടെ 6ാം ഇന്ദ്രിയം നമുക്ക് കാണിച്ചു തരുന്നു. Grandmother passed away after enjoying her 75 years. അമ്മൂമ്മ മരിച്ചു അല്ലേ? 75ാം വയസ്സിലായിരുന്നു മരണം. Bro back in city after a crisis in GCC. Feeling sad. നിങ്ങളുടെ ജ്യേഷ്ഠന്റെ ജോലി പോയി അല്ലേ? My bro's new canal. ആ വത്സനോട് പറയുക, വീടിന്റെ മുൻവശത്തുള്ള ശ്വാനഭവനം പൊളിച്ചു മാറ്റി പുറകിലെ വലത്തെ മൂലയ്ക്ക് പണിയാൻ. എന്നിട്ടാകാം ഹോമം. ഇല്ലെങ്കിൽ ഈ ഹോമത്തിന് ഫലമുണ്ടാകില്ല. അത് പൊളിച്ചു മാറ്റി അടുത്ത തവണ വരുമ്പോൾ ജ്യേഷ്ഠനെയും കൊണ്ടുവരിക. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കുറേയേറെ തടസ്സങ്ങൾ കാണുന്നു.